ഞാൻ റജിന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈൻ സൗദി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തണം. കിങ് ഹമദ് കോസ്വേ വികസനം വേഗത്തിലാക്കാൻ നിർദ്ദേശം. കിങ് ഹമദ് കോസ്വേ വികസന പദ്ധതികൾ വേഗത്തിലാക്കാൻ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രിക്ക് നിർദ്ദേശം നൽകി ഹമദ് ബിൻ ഈസ അൽ ഖലീഫ രാജാവിന്റെ നിർദ്ദേശം. ബഹ്റൈനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായ ഒരു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണിത്. നിലവിലുള്ള പാലത്തിന് തിരക്ക് കുറയ്ക്കുക വഴി ഇരു രാജ്യങ്ങളിലേക്കുമുള്ള ഗതാഗതം സുഗമമാക്കുകയാണ് ലക്ഷ്യം. കൂടാതെ പ്രാദേശിക വ്യാപാരവും യാത്രയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ട് നിലവിലുള്ള കോസ്വേക്ക് സമാന്തരമായി പുതിയൊരു കോസ്വേയും നിർമ്മിക്കും. ഏകദേശം 25 കിലോമീറ്റർ ദൂരത്തിലാണ് പുതിയ പാത നിർമ്മിക്കുക. ഇവ യാത്രാവാഹനങ്ങൾ, ചരക്ക് ഗതാഗതം, GCC റെയിൽ പദ്ധതി എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് നിർമ്മിക്കുക. കരമാർഗമുള്ള യാത്രയും ചരക്ക് നീക്കവും കൂടുതൽ സുഗമമാക്കാനും പുതിയ കോസ്വേയുടെ നിർമ്മാണം ഉപകരിക്കും. സുസ്ഥിര വികസനത്തെക്കുറിച്ചുള്ള UN ഉന്നതതല രാഷ്ട്രീയ ഫോറത്തിൽ സുസ്ഥിര വികസന അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി പങ്കെടുക്കുന്നു. ജൂലൈ 21 മുതൽ 24 വരെ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്ന ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഫോറം ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മന്ത്രിതല വിഭാഗത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സുസ്ഥിര വികസന മന്ത്രാലയത്തിലെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ദാന എഹമ്മദ് ഹംസ പങ്കെടുത്തു. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയിലെ ബഹ്റൈൻ രാജ്യത്തിന്റെ സ്ഥിരം പ്രതിനിധി അംബാസഡർ ജമാൽ ഫാരസ് അൽ റുവയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത്. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ 2030 സുസ്ഥിര വികസന അജണ്ട നടപ്പിലാക്കുന്നതിൽ മികച്ച രീതികൾ കൈമാറുന്നതിനായി ഗവൺമെന്റുകളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും സിവിൽ സമൂഹത്തിന്റെയും പ്രതിനിധികളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ആഗോള വേദിയായി ഈ വാർഷിക ഫോറം പ്രവർത്തിക്കുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പുരോഗതി ത്വരിതപ്പെടുത്തുന്നതിന് അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും എല്ലാവർക്കും കൂടുതൽ സമൃദ്ധവും പ്രതിരോധശേഷിയുമുള്ളതുമായ ഭാവി സൃഷ്ടിക്കുന്നതിന് സമഗ്രമായ ആഗോള സഹകരണം പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഡിജിറ്റൽ നവീകരണം, ശാസ്ത്രം, ഡാറ്റ, പ്രാദേശിക ശേഷി എന്നിവ പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രഭാഷകർ എടുത്തു പറഞ്ഞു. വോയിസ് ഓഫ് ആലപ്പി ഉമ്മലസം സിത്ര ഏരിയ കമ്മിറ്റി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ട്യൂബ്ലിയിലെ ലയാലി വില്ലയിൽ വെച്ച് നടന്ന പരിപാടിയിൽ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 100ഓളം പേർ പങ്കെടുത്തു. ഗാനസന്ധ്യ, ഗെയിമുകൾ, ലൈവ് കിച്ചൺ, സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയ വിനോദ പരിപാടികൾ കുടുംബസംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ഏരിയ സെക്രട്ടറി ശരത് ശശി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് അനിയൻ നാണു അധ്യക്ഷനായിരുന്നു. സെൻട്രൽ കമ്മിറ്റി പ്രതിനിധികളായി വൈസ് പ്രസിഡന്റ് അനൂപ് ശശികുമാർ, ജോയിന്റ് സെക്രട്ടറി ജോഷി നെടുവേലിൽ എന്നിവരും ലേഡീസ് വിംഗ് ചീഫ് കോർഡിനേറ്റർ രശ്മി അനൂപും ആശംസകൾ നേർന്നു സംസാരിച്ചു. വോയിസ് ഓഫ് ആലപ്പി ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി, ജോയിന്റ് സെക്രട്ടറി ഗിരീഷ് കുമാർ എന്നിവരും സന്നിധരായിരുന്നു. കോർഡിനേറ്റർ നിതിൻ ഗംഗ, ട്രഷറർ വിപിൻ പുരുഷോത്തമൻ, എക്സിക്യൂട്ടീവ് അംഗം ടോജി തോമസ്, മറ്റ് ഏരിയ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ കുടുംബസംഗമത്തിന് നേതൃത്വം നൽകി. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം.
മറ്റു വാർത്തകളിലേക്ക്. VSന് ജന്മനാടിന്റെ യാത്രാമൊഴി. ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദന് ജന്മനാട് വിട ചൊല്ലുന്നു. ആലപ്പുഴ ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം പുരോഗമിക്കുന്നു. ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ VSന് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. വൻ ജനാവലിയാണ് ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. കനത്ത മഴയെ അവഗണിച്ചാണ് ജനങ്ങൾ കാത്തുനിൽക്കുന്നത്. ഇവിടത്തെ പൊതുദർശനത്തിന് ശേഷം പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടക്കും. നേരത്തെ പുന്നപ്രയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെയും CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെയും പൊതുദർശനത്തിന് ശേഷമാണ് VSന്റെ ഭൗതിക ശരീരം ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തിച്ചത്. പ്രിയ VSന്റെ വേർപാടിൽ ബഹ്റൈൻ കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചു. മലയാളക്കരയുടെ ഏറ്റവും പ്രിയങ്കരനായ നേതാവിന്റെ വേർപാടിൽ വോയിസ് ഓഫ് ട്രിവാൻഡ്രം അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഏറ്റവും ജനകീയനായ പ്രതിപക്ഷ നേതാവുമായിരുന്ന സഖാവ് VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ വോയിസ് ഓഫ് ട്രിവാൻഡ്രം അനുശോചനം രേഖപ്പെടുത്തി. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിൽ സന്ധിയില്ലാ സമരങ്ങൾ നടത്തിയ നേതാവായിരുന്നു എന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ ജനങ്ങൾ VS എന്ന മനുഷ്യസ്നേഹിയായ നേതാവിനെ ഹൃദയത്തിലേറ്റുന്ന കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചതെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മുൻ കേരള മുഖ്യമന്ത്രി അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം അനുശോചനം രേഖപ്പെടുത്തി. ഉറച്ച നിലപാടുകൾ കൊണ്ടും സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയും ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ നേതാവായിരുന്നു. ദീർഘകാലം ജനപ്രതിനിധിയും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദനെന്ന് BMDF ഭാരവാഹികൾ അനുശോചന പത്രക്കുറിപ്പിൽ അറിയിച്ചു. ജീവിതത്തിലുടനീളം ആദർശധീരമായ നിലപാടുകൾ എടുത്തുകൊണ്ട് മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ VS എക്കാലത്തും സ്മരിക്കപ്പെടുമെന്നും ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കയ്യേറ്റങ്ങൾക്കും ഒക്കെ എതിരെ എന്നും അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ എന്നെന്നും മാതൃകാപരവും സ്മരണീയവുമാണെന്ന് അനുശോചന സന്ദേശത്തിൽ BMDF എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു. BMC ന്യൂസ് ലൈവിൽ വീണ്ടും ഒരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ലുലു എക്സ്ചേഞ്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രാദേശിക ഫിൻടെക് പങ്കാളി. മലയാളി സംരംഭകൻ അദീബ് അഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള ലുലു എക്സ്ചേഞ്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രാദേശിക ഫിൻടെക് പങ്കാളിയാകും. ദുബായ് പുൾമാൻ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കൊമേഴ്ഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ ലിയാൻഡ്രോ പീറ്റർസൺ, ലുലു മണി അസിസ്റ്റന്റ് മുഹമ്മദ് ഷാനിൽ എന്നിവർ ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇതുപ്രകാരം UAE, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, കുവൈറ്റ്, സിംഗപ്പൂർ, മലേഷ്യ, ഹോങ്കോങ്, ഫിലിപ്പൈൻസ്, ഇന്ത്യ തുടങ്ങിയ 10 രാജ്യങ്ങളിലെ അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമിന്റെ മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിൽ ലുലു എക്സ്ചേഞ്ച്, ലുലു മണി മാർക്കറ്റിംഗ് പങ്കാളികളായിരിക്കും. 2026 US, കാനഡ, മെക്സിക്കോ ലോകകപ്പ് ഫുട്ബോൾ കഴിയുന്നതുവരെ ഈ കരാറിന് പ്രാബല്യമുണ്ടാകും. അർജന്റീനയുടെ പരിശീലകൻ, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ, ലുലു ഫൈനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ്, വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK സന്ദർശനം. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിൽ ഔപചാരികമായി ഒപ്പുവയ്ക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച യുകെയിലേക്കുള്ള നിർണായക സന്ദർശനം ആരംഭിക്കും. നാഴികക്കല്ലായ ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിൽ ഔപചാരികമായി ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി വിപുലമായി ചർച്ചകൾ നടത്തും. ജൂലൈ 23-24 തീയതികളിലെ തന്റെ സന്ദർശന വേളയിൽ ചാൾസ് മൂന്നാമൻ രാജാവിനെ കാണുകയും ചെയ്യും. ലണ്ടനിനടുത്തുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ
ഔദ്യോഗിക വസതിയായ ചെക്കേഴ്സിൽ സ്റ്റാർമർ അദ്ദേഹത്തിന് ആതിഥേയത്വം വഹിക്കും. 3 വർഷത്തെ കഠിനമായ വിലപേശലിന് പരിമിതിയായി UK പ്രധാനമന്ത്രി ജോൺ നേതൻ റെയ്നോൾഡ്സും 2 പ്രധാനമന്ത്രിമാർക്കും ഒപ്പം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട്. ബ്രെക്സിറ്റിന് ശേഷമുള്ള ഏറ്റവും വലിയ വ്യാപാര വിജയമായാണ് ബ്രിട്ടൻ ഈ കരാറിനെ കാണുന്നത്. ഇന്ത്യയുമായുള്ള പ്രതിരോധം, ഗവേഷണം, സാങ്കേതികം എന്നിവയിൽ ഇത് പുതിയ ചലനാത്മകത കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷാർജയിൽ മരിച്ച വിഭജികയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു. ഷാർജയിൽ മരിച്ച വിഭജികയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊല്ലത്തേക്ക് കൊണ്ടുപോകും. മൃതദേഹം ചൊവ്വാഴ്ച ദുബായിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു. കൊല്ലം കേരളപുരം സ്വദേശി വിഭജികയെയും കുഞ്ഞിനെയും ഷാർജയിലെ അൽ നദയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വകാര്യ കമ്പനിയിലെ HR വിഭാഗത്തിലാണ് വിഭജിക ജോലി ചെയ്തിരുന്നത്. ഭർത്താവ് നിതീഷും UAEയിലാണ് താമസിക്കുന്നത്. വിഭജികയുടെ മരണത്തിൽ ഭർത്താവ് നിതീഷിനും കുടുംബത്തിനുമെതിരെ വിഭജികയുടെ മാതാവ് ശൈലജ ഉൾപ്പെടെയുള്ള കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. വിഭജികയുടെ മകൾ വൈഭവയുടെ മൃതദേഹം UAEയിലാണ് സംസ്കരിച്ചത്. ജബലാലിയിലെ ന്യൂ സനൂപ്പർ ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. 2 കുടുംബങ്ങളും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഹൈന്ദവ ആചാരപ്രകാരമുള്ള സംസ്കാരമാണ് നടന്നത്. സ്വർണവിലയിൽ വൻ കുതിപ്പ്. പവന് 75,040 രൂപ. വീണ്ടും റെക്കോർഡിട്ട് സ്വർണവില. കേരളത്തിൽ പവൻ വില 3,4 ലക്ഷം രൂപ കടന്നു. 1 പവൻ സ്വർണത്തിന് 760 രൂപയാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ സ്വർണവില 75,000 രൂപ കടന്ന് 75,040 രൂപയാണ് ഇന്നത്തെ സ്വർണത്തിന്റെ വില. തുടർച്ചയായ 3-ാം ദിവസമാണ് സ്വർണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.